ഒരു സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് ആണ്. അപ്പോൾ ക്ലൈമാക്സ് മോശമാണെങ്കിൽ ബാക്കി എന്തൊക്കെ എത്ര നന്നിട്ട് കാര്യമില്ല, ആ ഒരു കണ്ടു കഴിയുമ്പോൾ ആ ഒരു തൃപ്തി കിട്ടില്ല. അങ്ങനത്തെ ഒരു സിമിലർ കേസ് എന്ന് പറയാൻ പറ്റിയൊരു മൂവിയാണ് ഐ നോബഡി. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്, സ്പെസിഫിക്കലി ഫസ്റ്റ് ഹാഫ് വേറെ ലെവലാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ബിൽഡപ്പ് ആണെങ്കിലും മേക്കിംഗ് ക്വാളിറ്റി ആണെങ്കിലും എടുത്ത് പറയേണ്ടതായിട്ടുള്ള മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും പക്കയായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫാണ് ഐ നോബഡിക്കുള്ളത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് ഹാഫിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ടെൻഷൻ, ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്ത സംഭവങ്ങൾ ഇതൊക്കെ അങ്ങ് ലൂസായി പോവുകയാണ്. ഇപ്പോൾ വേറെ ഏതോ ഒരു ലെവലിലേക്ക് ഓവറാക്കി ചളമാക്കിയ ലെവലിലേക്ക് പോവുകയാണ് ഐ നോബഡി സെക്കൻഡ് ഹാഫ്, എസ്പെഷ്യലി ക്ലൈമാക്സ്. ഇപ്പോൾ ക്ലൈമാക്സ് എനിക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു രീതിയിലാണ് പോയത്. സ്പെസിഫിക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ ഒരു സ്റ്റേറ്റ് ഇഷ്യൂ ഒക്കെ ആക്കി മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംഭവം. എന്ന് വെച്ചാൽ ഒരു ക്രൈം ഹീസ്റ്റ് രീതിയിൽ പോകുന്ന പടത്തെ ഒരു സറ്റൈറിക്കൽ കോമഡി ജോണറിലേക്കുള്ള കൂടുമാറ്റം അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയില്ല. അത് ഫോർ മീ പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് സ്പെസിഫിക്കലി പോലീസുകാരെയൊക്കെ കോമാളിയാക്കി മാറ്റിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പൃഥ്വിരാജ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൽ പറയുന്നില്ല. പാർവതി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ നടക്കുന്നുണ്ട്. സ്പെസിഫിക്കലി എന്തൊക്കെയോ നടന്നു സെക്കൻഡ് ഹാഫിൽ. അത്രയ്ക്കൊന്നും ആവശ്യമില്ല. 2.25 മണിക്കൂർ ലെങ്ത്തുള്ളൊരു പടമാണ്. അപ്പോൾ 2.25 ലെങ്ത്തിൻ്റെ ഒരു 1.25 മണിക്കൂറിൻ്റെ ഇടയിൽ ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ബാക്കി സെക്കൻഡ് ഹാഫ് കോമാളി കളി, ലൈക്ക് അവസാനമൊക്കെ പക്ക കോമാളി കളി. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എൻഡ് ചെയ്ത് നമ്മൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു മൂവി ആയിരുന്നു ഐ നോബഡി. അങ്ങനെ ആകെത്തുകയിൽ നല്ലൊരു ഐഡിയയെ എടുത്ത് കുളമാക്കി വെച്ചിരിക്കുകയാണ് ഈ പടം. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഞാൻ പറയുന്നു, ഫസ്റ്റ് ഹാഫ് ഈസ് ഫാൻറ്റാസ്റ്റിക്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പടം അവിടെ നിർത്തിയാൽ അത്രയും നന്നായിരുന്നു. കാരണം ആ ലെവലിലേക്ക് ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. ജെയ്ക്സ് വിജയൊക്കെ മരിച്ച് പണിയെടുത്തിട്ടുണ്ട്. ആകത്തുകയിൽ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് 2.5 ഔട്ട് ഓഫ് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു പടമാണ്. ആ 2.5 ഫസ്റ്റ് ഹാഫിനാണ്.